ഈ ദുആ ഇത്ര വട്ടം ചൊല്ലിയാൽ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കും, ഈ വഴിയിലൂടെ പ്രാർത്ഥിച്ചാൽ നാളെ തന്നെ അത്ഭുതം സംഭവിക്കൂ എന്നൊന്നും അല്ല കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പോകുന്നത്. കാരണം വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ സങ്കടങ്ങളെ ചൂഷണം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. മനുഷ്യന്റെ സാധ്യമായ എല്ലാ വഴികളും അടയുമ്പോൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് തോന്നി നിങ്ങൾ നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന ബലിപെരുന്നാള് നിങ്ങൾക്ക് നൽകുന്ന കൃത്യമായ ഒരു മറുപടിയുണ്ട്. നിങ്ങൾ ചോദിച്ച ആ കാര്യം നടക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ആ വലിയ രഹസ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ആദ്യമായിട്ട് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും വലിയ വിഷമങ്ങളിൽ നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരം വീഡിയോകൾ കാണാറുണ്ട് അല്ലേ? ഈ ദുആകൾ ഇത്ര ദിവസം ചൊല്ലിയാൽ ഉടനെ കാര്യം നടക്കും എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ അതൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെ ചൊല്ലാറുമുണ്ട് അല്ലേ? പക്ഷേ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സമയത്ത് ആ കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നിരാശപ്പെടും. എൻ്റെ പ്രാർത്ഥന മാത്രം എന്താ അല്ലാഹ് കേൾക്കാത്തത് എന്ന് ഓർത്ത് വിഷമിക്കും അല്ലേ? അങ്ങനെ വിഷമിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനും ഹദീസും ദുആകളെ കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ അല്ലാഹ് നമ്മളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 186 ആയത്തിലൂടെ അല്ലാഹ് എത്ര മനോഹരമായിട്ടാണ് പറയുന്നതെന്ന് അറിയോ? അല്ലാഹ് പറയുന്നത്, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ തീർച്ചയായും ഞാൻ അവർക്ക് വളരെ അടുത്തുള്ളവനാണ്. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ അല്ലാഹ് യാതൊരു നിബന്ധനയും വെക്കുന്നില്ല. ഇത്ര വട്ടം ചൊല്ലണമെന്നോ ഈ ദിവസം കൊണ്ട് തരാമെന്നോ അല്ലാഹ് പറയുന്നില്ല. നീ എന്നെ വിളിക്ക്, ഞാൻ കേൾക്കാം എന്ന് മാത്രമാണ് അല്ലാഹ് നമുക്ക് പറയുന്നത്, അല്ലാഹ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു കേൾക്കുന്നുണ്ടെന്ന ഉറപ്പാണ് നമുക്ക് ആദ്യം വേണ്ടത്. പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലാഹു നമ്മൾ ഒരു ആത്മബന്ധമാണ്. അതിൽ പ്രധാനം എണ്ണമല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ആത്മാർത്ഥതയാണ് കേട്ടോ. ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്ര ദിവസം കൊണ്ട് കാര്യം നടക്കും, അല്ലെങ്കിൽ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നാളെ തന്നെ ഇന്ന ജോലി കിട്ടും, ഇന്ന കാര്യങ്ങൾ നടക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചൊല്ലരുത്. അല്ലാഹു തആലയോട് ആത്മാർത്ഥമായിട്ട് അല്ലാഹു തആല നമ്മുടെ ദുആ കേൾക്കും, അല്ലാഹു നമുക്ക് നൽകും എന്നുള്ള ഒരു അല്ലാഹു നിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ ആവശ്യം. നമുക്ക് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലെ ഒരു പാഠം, ഒരു കഥ നോക്കാം. നമ്മൾ ഈ ആഘോഷിക്കാൻ പോകുന്ന ബലിപെരുന്നാൾ ഉണ്ടല്ലോ, അത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു പാഠമാണ്. ക്ഷമയും അള്ളാഹുവിലുള്ള പൂർണ്ണ വിശ്വാസവുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് തൻ്റെ വാർദ്ധക്യത്തിലാണ് അല്ലേ? വയസ്സായ സമയത്താണ്. മനുഷ്യസാധ്യമായ ഇനി ഒരു കുഞ്ഞുണ്ടാകാൻ യാതൊരു വഴിയുമില്ലെന്ന് തോന്നിയ അവസ്ഥയിലാണ് അദ്ദേഹം അള്ളാഹുവോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. 1-2 ദിവസം പ്രാർത്ഥിച്ചിട്ടാണോ അദ്ദേഹത്തിന് കുഞ്ഞുണ്ടായത്? അല്ല, ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് അള്ളാഹു അദ്ദേഹത്തിന് ഇസ്മായിൽ എന്ന മകനെ നൽകുന്നത് അല്ലേ? അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രവാചകന് പോലും ഒരു ദുആക്ക് ഉത്തരം കിട്ടാൻ അള്ളാഹു ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ദിവസം ദുആ ചെയ്തിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടാൻ പാടുണ്ടോ? ഇല്ല, ഒരിക്കലും പാടില്ല. നമുക്ക് ഹാജറ ബീവിയുടെ തവക്കുലൊന്ന് നോക്കാം. അതുപോലെ ഹാജറ ബീവിയുടെ ചരിത്രം ഒന്ന് നോക്കിയാണ്. വിജനമായ മരുഭൂമിയിൽ വെള്ളമില്ലാതെ കുഞ്ഞിനെ ഓർത്ത് അവർ സഫയും മറുവയും മലകൾക്കിടയിലൂടെ 7 വട്ടം ഓടിയല്ലേ? 1-ാമത്തെ ഓട്ടത്തിലോ 2-ാമത്തെ ഓട്ടത്തിലോ അവർക്ക് വെള്ളം കിട്ടിയോ? ഇല്ല. 7-ാമത്തെ ഓട്ടവും കഴിഞ്ഞ് എല്ലാ മനുഷ്യസാധ്യമായ വഴികളും അടഞ്ഞ് അള്ളാഹുവിൽ പൂർണ്ണമായി സമർപ്പിച്ചപ്പോഴാണ് അവിടെ സംസം എന്ന നീരുറവ് ഉണ്ടായത് അല്ലേ?
നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ കാര്യങ്ങൾ നടക്കാൻ വൈകുന്നുണ്ടാകാം. പക്ഷേ അതിനർത്ഥം അള്ളാഹു അത് തള്ളിക്കളഞ്ഞു എന്നല്ല കേട്ടോ. നമുക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്ത് തരാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാണ് കാര്യം. ഇമാം മുസ്ലിം ഉദ്ധരിച്ച പ്രശസ്തമായ ഒരു ഹദീസ് ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, ഒരു അടിമ തിടുക്കം കൂട്ടാത്ത കാലത്തോളം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുകൊണ്ടേയിരിക്കും. പ്രാർത്ഥന ഉടനെ നടക്കണമെന്ന് പറഞ്ഞ് നമ്മൾ തിടുക്കം കൂട്ടുമ്പോഴാണ് നമുക്ക് നിരാശ വരുന്നത്. അള്ളാന്റെ സമയത്തിന് വേണ്ടി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. മനസ്സിലായില്ലേ? ഇത് നമ്മൾ പെരുന്നാൾ ദിനത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതുകൊണ്ട് ഈ ദുൽഹിജ്ജയിലെ പുണ്യദിനങ്ങളിലും വരാൻ പോകുന്ന പെരുന്നാൾ ദിനങ്ങളിലും നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നാമതായിട്ടായി, ഞാൻ ഈ ചോദിക്കുന്നത് എൻ്റെ റബ്ബ് എനിക്ക് തന്നിരിക്കും എന്ന ഉറപ്പോടെ നമ്മൾ ചോദിക്കുക. സംശയത്തോടെ ദുആ ചെയ്താൽ ഉത്തരം കിട്ടൂല. രണ്ടാമതായിട്ട്, നമ്മുടെ ആവശ്യങ്ങൾ സ്വന്തം ഭാഷയിൽ നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ അതുപോലെ അള്ളാഹിനോട് പറയുക. അള്ളാഹുവിന് നമ്മുടെ മനസ്സറിയാൻ വലിയ ഭാഷകളോ വലിയ അറിവുകളോ ഒന്നും ആവശ്യമില്ല. മൂന്നാമതായിട്ട്, ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുപാട് തക്ബീറുകളും പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്തുകളും അധികരിപ്പിക്കുക. അത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ സഹായിക്കും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഈ പെരുന്നാളിന് പുതിയ വസ്ത്രങ്ങൾ അണിയുമ്പോൾ മനസ്സിൽ ഇബ്രാഹിം നബിയുടെയും ഹാജറ ബീവിയുടെയും ആ വലിയ ക്ഷമ കൂടെ നമ്മൾ ഓർക്കുക. ആഗ്രഹങ്ങൾ നടക്കാൻ വൈകുമ്പോൾ സങ്കടപ്പെടാതെ അള്ളാന്റെ തീരുമാനത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അള്ളാഹ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കട്ടെ. ആമീൻ. വരാൻ പോകുന്ന ബലിപെരുന്നാൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറ്റുന്ന ഒന്നാക്കി തീർക്കട്ടെ. ആമീൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ബലിപെരുന്നാൾ ആശംസകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ദുആകളിൽ എന്നെയും ഓർക്കുക. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.